വേകുന്ന സമയം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ അരിയൊക്കെ വളരെ പെട്ടെന്ന് വേകാൻ വേണ്ടി നമ്മൾ ബിരിയാണി റൈസ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അതാണ്. അതൊരു 3/4 ഭാഗത്തോളം വേവിച്ചെടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിൽ കുറച്ച് വെള്ളം എടുക്കുക, അതിലോട്ട് അരിയൊന്ന് കഴുകി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർക്കുക. ഒരു 3/4 ഭാഗത്തോളം വേവിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടി ചേർക്കുകയാണെങ്കിൽ കൊള്ളായിരിക്കും. ഞാനിതിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല, സൺഫ്ലവർ ഓയിൽ മാത്രമാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഒരു പകുതി സവാള, കൂടുതൽ സവാളയൊന്നും വേണ്ട, നമ്മൾ പകുതി മതിയാകും. അപ്പം ഞാൻ ഒരു സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിലോട്ട് തന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ് ഞാൻ ചതച്ചെടുത്ത്, കുറച്ച് വെളുത്തുള്ളിയും, അതായത് ഒരു ചെറിയ പീസ്. നമുക്ക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ കുറച്ച് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അത്ര ഒരു ഇത് വരില്ല നമ്മളിപ്പോൾ. അതുകൊണ്ട് ഒരു ചെറിയ ഒരു പേരിന് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിനി മുരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ചെറുതായിട്ടൊന്ന് 1/4 ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാൻ, ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അതുകൂടി ചേർത്തതിന്